നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര ടെൻസ് റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് കിഴക്കേക്കോട്ടയിൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി 75ാം വാർഷികം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ തുടക്കമായി. വൈകിട്ട് 5-ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MP-മാർ, MLA-മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിവിധ വകുപ്പുകളുടെ 151 തീം സ്റ്റാളുകളും 38 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകൾ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും. ഭക്ഷ്യ കാർഷിക മേള, കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രദർശന സമയം. എല്ലാ ദിവസവും വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളുണ്ട്. മെയ് 19-ന് ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന P. ജയചന്ദ്രൻ അനുസ്മരണ സംഗീത നിശ. മെയ് 20-ന് കലാഭവൻ സലീം അവതരിപ്പിക്കുന്ന പാട്ടും ചിരിയും മ്യൂസിക്കൽ ഷോ. ഹാർമണി മ്യൂസിക് ബാൻഡിന്റെ നന്തുടിപ്പാട്ട്. മെയ് 21-ന് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ഭിന്നശേഷി കുട്ടികളുടെ റിഥം ബാൻഡ്, സ്കൂൾ ഓഫ് ഡ്രാമ അവതരിപ്പിക്കുന്ന നാടകം, തമാശ എന്നിവ അരങ്ങേറും. മെയ് 22-ന് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാവിരുന്ന്, ട്രാൻസ്ജെൻഡർ കലാകാരന്മാരുടെ നൃത്തം. ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത നാടകവീട് കലാസമിതി അവതരിപ്പിക്കുന്ന വേയ് രാജാ വേയ് എന്ന നാടകവും അരങ്ങേറും. 22-ന് രാവിലെ 10:30-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ പ്ലാനിംഗ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലും ഉച്ചയ്ക്ക് 2-ന് നവനീതയും സംരംഭകത്വവും വ്യവസായ സൗഹൃദ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ പരിവർത്തനത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പങ്ക്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, കേരളം മാറ്റത്തിന്റെ പാതയിലൂടെ എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകളും നടക്കും. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ വീട് എന്ന സങ്കല്പം പൂവണിയുന്നത്. 4.25 ലക്ഷം വീടുകളാണ് ഇതിനകം പണി തീർത്ത് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവ നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ്. വിശപ്പുരഹിത കേരളം, അതിദാരിദ്ര്യ വിമുക്ത കേരളം, ഇതെല്ലാം നാം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചുരുങ്ങിയ അളവിൽ ദാരിദ്ര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 0.71% മാത്രമാണ് കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളുള്ളത്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ആവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ കുടുംബങ്ങൾക്ക് സംഘടിപ്പിച്ച് നൽകിക്കൊണ്ട് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തരാക്കുന്ന പ്രക്രിയയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പഠന നിലവാരം ഏവരും ഉറ്റുനോക്കുന്ന വിധത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ നേട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നാം ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുകയാണ് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കുന്ന പ്രക്രിയയുടെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ എല്ലാം തന്നെ വലിയ രീതിയിൽ ശാക്തീകരിച്ചുകൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ
ഗുണനിലവാര പരിശോധനകളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തിൽ അവയെ സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതും അഭിമാനകരമായ ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും വിദേശത്തിരുന്നു കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കവിത ചൊല്ലുന്ന ഒരു നാടായി എങ്ങനെ ഈ കേരളം മാറി? ഞങ്ങൾ മന്ത്രിമാർ, MLA-മാർ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പള്ളിക്കൂടങ്ങളിലെ പുതിയ മുറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്നുകൂടിയും 5ാം ക്ലാസ്സിൽ പോയിരുന്നു പഠിച്ചാലോ എന്ന് കൊതി തോന്നും വിധം നമ്മുടെ സ്കൂളുകൾ മാറിയില്ലേ? ആ മാറ്റത്തിലേക്ക് നമ്മൾ നടന്നുപോയ കാലം ഏതാണ്? വസൂരിപ്പെരകളുണ്ടായിരുന്ന നാടാണ് ഈ കേരളം. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ 100 വയസ്സ് പിന്നിട്ട VS-ന്റെ ഒരു ഓർമ്മക്കുറിപ്പ് നമ്മൾ വായിച്ചു. കുഞ്ഞായിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ കയ്യിൽ ഞാൻ തൻ്റെ അമ്മയെ അവസാനമായൊരു നോക്ക് കാണാൻ പോയ ഒരു ദിവസത്തെ കുറിച്ചു. വസൂരി പിടിച്ചു കിടക്കുന്ന VS-ന്റെ അമ്മയെ അവസാനം VS-ഉം VS-ന്റെ ജ്യേഷ്ഠനും നേരിൽ കണ്ടത് ഓലമറ ഒന്ന് വലുതാക്കി പൊക്കിയപ്പോൾ കണ്ട ഒറ്റ കണ്ണിന്റെ അടയാളപ്പെടുത്തലൂടെയായിരുന്നു. വസൂരിപ്പരയിൽ പോയാൽ പിന്നെ അമ്മയെ തിരിച്ചു കിട്ടില്ല. ഒരുപക്ഷേ മരണമെത്തുന്നതിന് മുമ്പ് അർദ്ധബോധാവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ പായിൽ പൊതിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ പിതൃതർപ്പണം നടത്താൻ അമ്മ മരിച്ച സമയം പോലും കുറിച്ചെടുക്കാൻ പറ്റാത്ത വിധം വസൂരിപ്പരകളുണ്ടായിരുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള മാറ്റത്തിലേക്ക് പോയത് കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ബിന്ദു ടീച്ചർ വിശദീകരിച്ചു. 4,84,000 ലൈഫ് വീടുകൾ. 5 ലക്ഷമാകും ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്. 4,958 കുടുംബങ്ങൾക്ക് പുതിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. 5 ലക്ഷം തികയും ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ്. ഞാൻ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി കുട്ടികളുണ്ടല്ല, 9 വയസ്സ് പൂർത്തിയായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പവർ കട്ട് എന്നാൽ എന്താണെന്ന് അറിയാൻ കഴിയാത്ത വിധം 9 വർഷക്കാലം പവർ കട്ടില്ലാത്ത ഒരു നാടിൻ്റെയിലുണ്ടായിരുന്നു. ആ നാടിന്റെ പേരാണ് കേരളം എന്ന അഭിമാനത്തോടെ നമ്മുടെ നാടിന് വിളിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ സാധ്യമാകില്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുതിയ കോഴ്സുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് പോകാൻ വേണ്ടില്ലാത്ത വിധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിന്റെ കാലത്തിലേക്ക് കടന്നുപോയത് ഇപ്പോഴല്ലേ? വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടായി. എറണാകുളത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വാട്ടർ മെട്രോ ഉണ്ടായി. നമ്മുടെ റോഡുകൾ ആധുനിക വിധത്തിലേക്ക് മാറി. പാലങ്ങൾക്ക് പുതിയ നിറങ്ങളും രൂപങ്ങളും വന്നു. ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ ഉണ്ടായി. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല വ്യവസായ നിക്ഷേപ സംസ്ഥാനമായി ഈ കേരളം മാറി. അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ സാമൂഹിക ക്ഷേമ പെൻഷൻ എല്ലാ പാവപ്പെട്ടവർക്കും ഉറപ്പിച്ചു നൽകുന്നതടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി നിൽക്കുന്ന കേരളത്തിന്റെ വികസന സംസ്കാരം 20 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേരളം എന്ന് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വഴിവെച്ചു. വെള്ളാനിക്കര ടെൻസ് റെസിഡൻസ് അസോസിയേഷൻ കേരള വിഷൻ നെറ്റ്വർക്കുമായി സഹകരിച്ച് സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ലഹരി വിൽപ്പനക്കാരെയും മാലിന്യം റോഡരികിൽ തള്ളുന്നവരെയും കണ്ടുപിടിക്കാൻ ക്യാമറകൾ സഹായിക്കുമെന്നും വരും തലമുറകളെ നല്ല വ്യക്തികളായി വളർത്തിയെടുക്കാൻ പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നും മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. ഈ ക്യാമറകളുടെ പ്രവർത്തനം തൃശൂർ ചിറക്കക്കോട് റോഡിൽ മണ്ണുത്തി മുതൽ ചിറക്കക്കോട് വരെ റോഡിലെ എല്ലാ കാഴ്ചകളും റെക്കോർഡ് ചെയ്യും. ഇത്തരം ക്യാമറകളുടെ പ്രവർത്തനം മാടക്കത്ര പഞ്ചായത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ പറഞ്ഞു. ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TJ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്യാമറകൾ സ്ഥാപിക്കാൻ സൗകര്യമൊരുക്കിയ കേരള വിഷൻ നെറ്റ്വർക്ക് ഉടമയും സെന്റിനറി ടെലിവിഷൻ ചെയർമാനുമായ ആൻഡ്രോ വി മാത്യുവിനെയും ലക്ഷ്യ സെക്യൂരിറ്റി സിസ്റ്റം MD ജിനേഷ് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം സോഫി സോജൻ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. സെക്രട്ടറി MD റോയ് സ്വാഗതവും ട്രഷറർ PJ കുര്യൻ നന്ദിയും അറിയിച്ചു. ആദരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഒരു മഹത്തായിട്ടുള്ള സന്ദേശമാണ് ലഭ്യമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇനി ഓരോ ക്യാമറ കണ്ണുകളുടെ മുമ്പിലാണ്.
പഴയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കള്ളനെ പിടിക്കാനും മലിനം വലിച്ചെറിയുന്നവരെ പിടിക്കാനും സ്ത്രീകളെ ആക്രമിക്കുന്നവരെ തിരിച്ചറിയാനും മാത്രമല്ല, നമ്മുടെ ഓരോ ചലനങ്ങളുടെയും ചുറ്റും ഈ 19 ക്യാമറകളുണ്ട്. പൊതുസ്ഥലത്തൊക്കെ പെരുമാറുമ്പോൾ ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ചെറിയ സമയത്തിനിടയിൽ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ചാര നടത്തിയ ഈ പ്രവർത്തനത്തെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ അഭിനന്ദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഞ്ചായത്ത് കേരളമാകെ നവകേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാലിന്യമുക്തമാകുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രവർത്തനത്തിൽ 1ാം സ്ഥാനം നേടിയ റെസിഡൻസ് അസോസിയേഷൻ താര റെസിഡൻസ് അസോസിയേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് കൂടി ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിപത്തുകൾ, ഒന്ന് മാലിന്യവും മറ്റൊന്ന് മയക്കുമരുന്നും. മാലിന്യം അതിവേഗം ഒരു ഒഴിയാബാധയായി നമുക്കിടയിലുണ്ട്. മാലിന്യം അതിവേഗം ഒരു ഒഴിയാബാധയായി നമുക്കിടയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അഴകിയ മാലിന്യങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന വിധത്തിൽ നമുക്ക് പ്രയോഗത്തിൽ വരികയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജില്ലയിലെ ദേശീയപാത സ്വന്തമായിട്ടുള്ളൊരു മണ്ഡലം വലിയൊരു മണ്ഡലമാണ്. കുഞ്ഞനമ്പാറയുടെ അപ്പുറത്തു നിന്ന് തുടങ്ങിയാൽ വാണിയമ്പാറ വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശം മഹാഭൂരിപക്ഷവും പാടശേഖരങ്ങളാൽ സമ്പന്നമായിട്ടുള്ളൊരു പ്രദേശം. യഥാർത്ഥത്തിൽ സമ്പന്ന മാന്യ സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നവര് 2 ചക്ര വാഹനത്തിലോ 4 ചക്ര വാഹനത്തിലോ ഒക്കെ ദേശീയപാതയുടെ മുമ്പിലെത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പലപ്പോഴും നമുക്ക് പിടിക്കുന്നത്. ആ ദേശീയപാതയിൽ കാലങ്ങ് ചവിട്ടിയിട്ട് വണ്ടി വേഗത്തിലാകുമ്പോൾ നേരത്തൊരു പാടം കണ്ടാൽ ചുണ്ടത്തൊരു ചിരി തെളിഞ്ഞ് വേഗം ഭഗവാൻ സുദർശന ചക്രം കറക്കുന്നത് പോലെ 50 പൈസയുടെ പഴയ പാക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള തലേ ദിവസത്തെ മാലിന്യം ചൂണ്ടുവിരലിൽ കറക്കി അതങ്ങനെ പറന്ന് ഒരു പാടത്തിന്റെ നടുവിലേക്ക് വീഴുമ്പോൾ ഈ കളഞ്ഞവന്റെ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമാണ്. മൂപ്പരുടെ ധാരണ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റി എന്നാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊരു മുദ്രാവാക്യം ജനങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ മാലിന്യം അന്യന്റെ പറമ്പിൽ കൊണ്ടുപോയി തള്ളലാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നല്ല, എൻ്റെ മാലിന്യം ഉറവിടങ്ങളിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ്. പഞ്ചായത്തിൽ എത്തിച്ച ഹരിതകർമ്മ സേനയ്ക്ക് 60 രൂപയെ മുതൽ മുടക്കുള്ളൂ ഒരു മാസം. അത്രയേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ, 50 രൂപ. സാമാന്യം ഉള്ള മാലിന്യങ്ങളെല്ലാം ആ പാവപ്പെട്ട സ്ത്രീകൾ സംഭരിക്കും. അവരത് പല വിധത്തിലുള്ള പ്രക്രിയകളിലാക്കി നമ്മുടെ വീട്ടിലെ മാലിന്യം അവർ കൊണ്ടുപോകും. എന്നിട്ടും നമ്മുടെ ശരീരത്തിൽ ഒഴിയാബാധയായിട്ടുള്ള ചില മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ ഇനി 19 ക്യാമറ കണ്ണുകളുടെ നടുവിൽ ഈ സ്ഥലത്ത് എവിടെയും നിക്ഷേപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിക്ഷേപിച്ചാലോ പിറ്റേന്ന് 25,000 രൂപയുടെ ഒരു സന്തോഷ സമ്മാനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ടെത്തി പിടിച്ചു കൊടുക്കുന്നവൻ അതിൽ 2,500 രൂപ വരും. അതും വളരെ പ്രത്യേകമാണ്. നന്നായി ക്യാമറയിൽ നോക്കിയിരുന്നാൽ പറ്റിയാൽ മാസം ഒരു 10,000 രൂപ കിട്ടാൻ ഒരു പണിയില്ല, 4 ആളെ പിടിച്ചാൽ മതി. പക്ഷേ പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലോബിയാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് തൃശൂർ കിഴക്കേക്കോട്ടയിൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സ്ത്രീ സുരക്ഷ എന്നത് കുടുംബത്തിന്റെ മാത്രം സുരക്ഷയായി കാണുന്നതെന്ന് ജെബി മേത്തർ പറഞ്ഞു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻറ്റി വില്യം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല, DCC സെക്രട്ടറിമാരായ നിജി ജസ്റ്റിൻ, ബൈജു വർഗീസ്, CB ഗീത, ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, ലാലി ജെയിംസ്, ലീല വർഗീസ് തുടങ്ങിയ കൌൺസിലർമാരും സംബന്ധിച്ചു. മഹിളാ കോൺഗ്രസിന്റെയും ഇത്രയും സഹോദരിമാരും സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, എങ്ങനെ നിങ്ങളോടൊക്കെ നന്ദി പറയണം എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രിയപ്പെട്ട മുഴുവൻ സഹോദരന്മാരോടും സഹോദരിമാരോടും രേഖപ്പെടുത്തുന്നു. മഹിളാ സാഹസ് കേരള യാത്രയുടെ 556ാമത്തെ സ്വീകരണ
കത്തോലിക്ക കോൺഗ്രസ് 107ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടക്കുന്ന അന്തർദേശീയ സമ്മേളനത്തിന് തൃശൂർ അതിരൂപത പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച മാർത്തോമ ശ്ലീഹായുടെ ഛായാചിത്ര പ്രയാണത്തിന് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ കത്തോലിക്ക കോൺഗ്രസ് സെന്റ് ആന്റണീസ് ചർച്ച് ഫാദർ ഡേവിസ് ചിറമേൽ നേതൃത്വം സ്വീകരണമൊരുക്കി. നടത്തുകൈക്കാരൻ ജോണി കൂള ഛായാചിത്രത്തിൽ മാലയിട്ടു. തുടർന്ന് പ്രസിഡന്റ് നാബി മേനാച്ചേരി സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ പ്രൊഫസർ ഫ്രാൻസിസ്, അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഫൊറോന പ്രസിഡന്റ് ഷാജൻ വി ഡി എന്നിവർ സംസാരിച്ചു. മണ്ണുത്തി യൂണിറ്റ് സെക്രട്ടറി ജോസ് നെല്ലങ്കര, രാജീവ് ചക്കാലമുറ്റം, സിജോമൻ മാളിയേക്കൽ, ലാസർ, ഫ്രാൻസിസ് സേവിയർ, ലിജോ ജോസ്, സണ്ണി രാജൻ, ദേവസിക്കുട്ടി എന്നിവരും പുഷ്പാർച്ചന നടത്തി. കരിപ്പുക്കുന്ന് മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് 75ാം വാർഷിക സമാപനം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ യാക്കൂബ് മോർ ഐറേനിയൂസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ഒല്ലൂർ ACP SP സുധീരൻ, പഞ്ചായത്ത് അംഗം ശ്രീജു, ബിജു P വർഗീസ്, ഫാദർ വർഗീസ് വാലയിൽ എന്നിവർ സംസാരിച്ചു. വികാരി ഡേവിസ് തങ്കച്ചൻ സ്വാഗതവും ബാബു മൂത്തേടത്ത് നന്ദിയും അറിയിച്ചു. നാഷണൽ യോഗ സർട്ടിഫിക്കറ്റ് നെറ്റ് പരീക്ഷ പാസ്സായ അജു തൃശൂർ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ഫുട്ബോൾ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കൊഴുക്കുള്ളിയിൽ പരിപാടിയുടെ സമാപന സമ്മേളനവും സമ്മാനദാനവും റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ ഇർഷാദ് ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, പഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, ജിനിത സുഭാഷ്, ബിന്ദു സുരേഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വച്ച് ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്ന ജില്ലയായി തൃശൂർ റൂറൽ പോലീസ് മാറി. 2 ദിവസം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെ ഈ നേട്ടം കൈവരിച്ചു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നടത്തിയ ഫലപ്രദമായ നടപടികളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. പാസ്പോർട്ട് വെരിഫിക്കേഷനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് നിരന്തരമായ മാർഗനിർദ്ദേശം നൽകിയാണ് ഈ നേട്ടം കൈവരിച്ചത്.
പാസ്പോർട്ട് എടുക്കാൻ നൽകുന്ന അപേക്ഷകൾ അതേ ദിവസം തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തി അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഫീൽഡ് വെരിഫിക്കേഷനായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അന്ന് തന്നെ അയച്ച് തിരിച്ച് ജില്ലാ ആസ്ഥാനത്തെത്തുന്ന ഫയൽ വെരിഫിക്കേഷന് ശേഷം പാസ്പോർട്ട് ഓഫീസിലേക്ക് അടുത്ത ദിവസം കൈമാറും. മറ്റു ജില്ലകൾ ഈ പ്രക്രിയയ്ക്ക് ശരാശരി 3 മുതൽ 8 ദിവസം വരെ എടുക്കുന്നതിനെ അപേക്ഷിച്ച് തൃശൂർ റൂറൽ പോലീസിന്റെ പ്രകടനം ശ്രദ്ധേയമാണ്. പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മറാൻഡ്രൂസ് താഴത്ത് ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദീപം തെളിയിച്ച് കൃതജ്ഞതാ ദിവ്യബലി അർപ്പിച്ചു. ആകാശത്ത് മാത്രം കണ്ടുപരിചയിച്ച വിമാനത്തിൽ കയറാനുള്ള മോഹം സാധ്യമാക്കാൻ തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകർ. തൃശൂർ ദയ ആശുപത്രിയിലെ ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളായ 23 പേരും പുറമേ നിന്ന് 10 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്ന 35 അംഗ സംഘമാണ് കുട്ടിക്കാലം മുതലുള്ള തങ്ങളുടെ വിമാനയാത്ര നടത്തുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തിങ്കളാഴ്ച വെളുപ്പിന് 5 മണിയോടെ ബാംഗ്ലൂരിലേക്കാണ് ഇവരുടെ യാത്ര. ഒരു പകൽ നീളുന്ന ബാംഗ്ലൂരു നഗരത്തിലെ ഉല്ലാസയാത്ര രാത്രിയോടെ തിരികെ ട്രെയിനിൽ നാട്ടിലേക്ക് തിരിക്കും. സാധാരണക്കാരായ വീട്ടമ്മമാരുടെ വിമാനയാത്ര എന്ന ആഗ്രഹം സഫലമാക്കി നൽകാൻ മറ്റാരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വയം യാത്രയ്ക്കാവശ്യമായ ടൂർ ഏജൻസി കണ്ടെത്തിയാണ് ഇവർ ആഗ്രഹം നടത്തിയെടുത്തത്. വിമാനയാത്രയ്ക്കുള്ള ആകാംക്ഷയിലാണ് സംഘാംഗങ്ങൾ. കുടുംബാംഗങ്ങളും ആശുപത്രി അധികൃതരും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്നതിനാലാണ് ഏറെ നാളത്തെ ആഗ്രഹം സഫലമാകുന്നതെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങള് ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിമാനയാത്ര സംഘടിപ്പിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിലും ഓരോ ചാനലുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ കാണാറുണ്ട് കുടുംബശ്രീക്കാര്, വയസ്സായ അമ്മമാര്, അതായത് 87 വയസ്സ് വരെ ആയ അമ്മമാരൊക്കെ പോയതായിട്ട് ഇപ്പൊ നാളെ ഞങ്ങളൊരു വീഡിയോ കണ്ടു. അപ്പൊ അതിന്റെ മുന്നേനൊക്കെ 2 വർഷമായിട്ട് ഇങ്ങനെ തോന്നലുണ്ട്. ഞങ്ങള് 2007 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം കഴിഞ്ഞത്. അവിടുന്ന് ഞങ്ങൾ 2008 മുതൽ എല്ലാ വർഷവും ഞങ്ങൾ 1-2 ടൂർ പോയിക്കൊണ്ടിരിക്കുന്നതാ. അപ്പൊ ഇങ്ങനെ എല്ലാ പ്രാവശ്യം മുമ്പോ ഈ വിമാനയാത്രകളൊക്കെ ഓരോരുത്തർ പോകുന്ന കാണുമ്പോൾ തൊട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പോകണം എന്നുള്ളത്. അപ്പോഴാണ് ഇപ്പൊ ഈ മാസം ഞങ്ങളുടെ ഒരു കൂടെയുള്ള ആള് ഈ പ്രമീള PB റിട്ടയർഡ് ആവുകയാണ്. 31-ാം തീയതി റിട്ടയർമെന്റാ. അപ്പൊ അതിന് മുന്നേ അവള് പോണേക്കാളും മുന്നേ പോവാന്ന് വെച്ചിട്ടാണ് എടിപിടി ഇന്നലെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ ഞങ്ങളുടെ മുളങ്കുന്നത്ത് ഗ്രാമപഞ്ചായത്തിലാണ് എന്റെ വീട് സ്ഥിതി ചെയ്യണത്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് കുടുംബശ്രീ അംഗങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ പോയത്. കിലയുടെ അവിടെയാണ് അയൽക്കൂട്ടം. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് അവരുടെ വീടിന്റെ അടുത്തൊരു സിജോ ഉണ്ട്. സിജോ ആയിട്ടൊരു നൗഫൽ കാലടി, ആ കുട്ടിയായിട്ടാണ് പോയെന്ന് പറഞ്ഞു. ആ കുട്ടി ഇതിന്റെ ഏജന്റാണ്. അപ്പൊ അങ്ങനെ ആ നമ്പർ സംഘടിപ്പിച്ചു. അങ്ങനെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ഞങ്ങൾ 4-ാം തീയതിക്കാണ് ആവശ്യപ്പെട്ടത് പോവാനുള്ള ഡേറ്റ്, മെയ് 4-ാം തീയതിക്ക്. അപ്പൊ അന്നേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഈ വെക്കേഷൻ ആയതുകൊണ്ട് ടിക്കറ്റിനാണെങ്കിൽ ഭയങ്കര ചാർജും. ആദ്യം 2500 പറഞ്ഞു ടിക്കറ്റിന്. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും. ദിവസം തന്നെ മണിക്കൂർ വെച്ച് ടിക്കറ്റിന് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പോണത് ബാംഗ്ലൂരിക്കാണ് കേട്ടോ. ബാംഗ്ലൂർ ഒരു ദിവസം കണ്ടിട്ട് ട്രെയിനിന് തിരിച്ചു പോരുക എന്നുള്ള രീതിയിൽ. ഞാൻ വലിയൊരു ആഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറണം എന്നുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു. ഹസ്ബൻഡും ആദ്യം പറഞ്ഞു പോകണ്ടാന്ന്, പൈസ ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഹസ്ബൻഡ് മോളും കൂടി അമ്മക്കൊപ്പെട്ട അമ്മയുടെ വലിയ ആഗ്രഹമല്ലേ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ മോള് പൈസ കഴിച്ചു തന്നു. അങ്ങനെയാണ് പോകാനായിട്ട്. പിന്നെ പോകാനെല്ലാം മുൻകരുതൽ എടുത്തത് ഞങ്ങളുടെ ഗീതേച്ചിയാണ്. പോകാൻ അനുവാദം തന്ന ഞങ്ങളുടെ ചെയർമാനായ അനീഷ് സാറ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ MD സാറ്, ഞങ്ങൾക്ക് ഓഫ് തന്ന ഞങ്ങളുടെ ക്ലീനിങ് സൂപ്പർവൈസർ റഫീഖ് സാറ്, എന്നവരുടെ എല്ലാവരോടും നന്ദി പറഞ്ഞു. വളരെ അധികം ഞങ്ങൾ എക്സ്പെരിമെൻ്റ് വളരെ സന്തോഷത്തിലാണ്. കാരണം ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സാധിക്കാൻ പോണത്. സർവേശ്വരം ഞങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ഞങ്ങൾക്ക് പോകാനായിട്ട് എല്ലാ ആരോഗ്യ ആയുസ്സും എല്ലാതും ഒരു തടസ്സമില്ലാണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കും. സർക്കാരിന്റെ പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയിൽ ആളെ കൂട്ടാൻ സർക്കാർ ഉത്തരവില്ലാതെ അവധി ദിവസമായിട്ടും ജീവനക്കാരെ വരാൻ നിർബന്ധിക്കുന്നുവെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ പറഞ്ഞു. കളക്ടർ അറിഞ്ഞുകൊണ്ടാണോ നടപടിയെങ്കിൽ എന്തുകൊണ്ട് ഉത്തരവ് നൽകുന്നില്ല എന്ന് വ്യക്തമാക്കണം. ഈ നിർദ്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണം.
പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം ഓൺലൈനായി ADP വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് ജീവനക്കാർ ഘോഷയാത്രയ്ക്ക് വരണമെന്നും ഓഫീസ് ഓർഡർ ഇറക്കണമെന്നും ADP ആവശ്യപ്പെട്ടത്. ഇത് ഗുരുതരമായ വീഴ്ചയാണ്. പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരുടെ സംരംഭത്തിൽ നിന്നും കിട്ടുന്ന നാമമാത്രമായ തുകയാണ് തനതുഫണ്ട്. സർക്കാരിന്റെ ദൂർത്തിനും ആളെ കൂട്ടാനും ചിലവഴിക്കാൻ പറയുന്നത് ക്രൂരതയാണ്. ഓൺലൈൻ യോഗം കളക്ടർ അറിഞ്ഞാണോ നടന്നതെന്നും അല്ലെങ്കിൽ ഈ നടന്ന യോഗത്തെക്കുറിച്ച് ജീവനക്കാർക്ക് ഉത്തരവ് നൽകാതെ സംബന്ധിക്കാൻ ഓഫീസ് ഓർഡർ ഇറക്കാൻ ആവശ്യപ്പെട്ടതിനെക്കുറിച്ചും കളക്ടർ അന്വേഷിക്കണം. സർക്കാർ ജനദ്രോഹ നടപടികൾ ചെയ്യുന്നതിനാലാണ് അധികാരവും പണവും ഉപയോഗിച്ച് ആളെ കൂട്ടേണ്ടി വരുന്നതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. ഒല്ലൂരിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം തെറ്റിയ ഒരു ബസ് 3 കടകൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽപ്പെട്ട ബസ്സിലേക്ക് മറ്റൊരു KSRTC ബസ്സും വന്നിടിച്ചു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെ 2:45 അപകടം. ഓവർടേക്ക് ചെയ്ത് വന്നിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കാതിരിക്കാൻ സൂപ്പർഫാസ്റ്റ് ബസ് വെട്ടിച്ചു മാറ്റിയതോടെ സമീപത്തെ കടകളിലേക്ക് ഇടിച്ചുകയറി. ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സും പത്തനംതിട്ടയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഒല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ജിജി തെക്കേക്കരയുടെ ഉടമസ്ഥതയിലുള്ള ഫാഷൻസ് ഒല്ലൂർ റോൾഡ് ഗോൾഡ് കടയും ഓപ്പന്റെ ഉടമസ്ഥതയിലുള്ള KR ഫ്രൂട്ട്സ് കടയും ലിജോ എലിവത്തിങ്കലിന്റെ ഉടമസ്ഥതയിൽ ലിജോ സ്റ്റോഴ്സും അപകടത്തിൽ തകർന്നു. മയക്കുമരുന്നിനെതിരെയുള്ള നടപടികളിലും വേട്ട തുടർന്ന് തൃശൂർ റൂറൽ പോലീസ്. ജനുവരി 1 മുതൽ മെയ് 17 വരെ 3 പേർക്കെതിരെ PIT NDPS നിയമപ്രകാരം കരുതൽ തടങ്കൽ ഉത്തരവ് പരിശോധിച്ചു. 812 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 3 പേർക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെ കരുതൽ തടങ്കൽ ഉത്തരവ്. മയക്കുമരുന്ന് വിതരണ ശൃംഖലകളെ തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ജാഗ്രത പാലിക്കുന്നുണ്ട്. ലഹരി വിൽപ്പനയും ഉപയോഗവും ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ 9959596666 എന്ന യോദ്ധാവ് വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര ടെൻസ് റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് കിഴക്കേക്കോട്ടയിൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി 75ാം വാർഷികം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.